ആത്മമിത്രം ആത്മമിത്രം ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആത്മമിത്രം ഡോക് മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായി 1 കൊരിന്ത്യർ 14:33 വായിക്കാം. ദൈവം കലക്കത്തിൻ്റെ ദൈവമല്ല, സമാധാനത്തിൻ്റെ ദൈവമത്രേ. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്കുള്ള ലേഖനം എഴുതുമ്പോൾ ആ സഭയിലുള്ള പലവിധമായ ചിന്താഗതിയുള്ളവരും തെറ്റ് ചെയ്യുന്നവരും പാപത്തിൽ വീണവരും പല പക്ഷക്കാരുമൊക്കെ ഉള്ളവരെ നോക്കി പറയുകയാണ്, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം കലഹത്തിൻ്റെ ദൈവമല്ല, സമാധാനത്തിൻ്റെ ദൈവമാണ്. കലങ്ങി മറിഞ്ഞ ലോകത്തിൽ സമാധാനം അന്വേഷിച്ച് ജനങ്ങൾ ഓടി നടക്കുകയാണ്. സമാധാനത്തിനായി കളികളിൽ ഏർപ്പെടുന്നു, സിനിമ കാണുന്നു, അമ്പലങ്ങളിൽ പോകുന്നു. എന്നാൽ ഒരു സമാധാനവും ലഭിക്കുന്നില്ല. മദ്യത്തിനും മയക്കുമരുന്നിനും ആശ്രയിക്കുന്നു. അല്പസമയത്തേക്ക് സന്തോഷത്തിനായി പലതും ചെയ്യുന്നു. എന്നാൽ അതുകൊണ്ട് ഒരു സമാധാനവും ലഭിക്കുന്നില്ല. സമാധാനം എവിടെ നിന്ന് ലഭിക്കുമെന്ന് വചനത്തിൽ കൂടെ നോക്കാം. റോമർ 5:1 വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അതേ സഹോദരിമാരെ, നമുക്ക് സമാധാനം ലഭിക്കുന്നത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് കർത്താവ് മൂലമാണ്. നമുക്ക് സമാധാനം ലഭിക്കേണ്ടതിന് യേശുക്രിസ്തു നമുക്കായി ക്രൂശിൽ വേദന അനുഭവിച്ചു. നമ്മുടെ സകല പാപങ്ങൾക്കും വേണ്ടി പ്രായശ്ചിത്ത ബലിയായി തീർന്നു. അവനിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് സമാധാനം ലഭിക്കുന്നു. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ ലക്ഷണ്യവേല ക്രൂശിൽ തീർത്തു. യേശു കർത്താവ് ലോകത്തിലായിരുന്നപ്പോൾ ശിഷ്യന്മാരോട് അവർ ഭയന്ന് ആകുലപ്പെട്ട് ഇരിക്കുമ്പോൾ അവരോട് പറഞ്ഞ വാക്കുകൾ നാം യോഹന്നാൻ്റെ 14-16 വരെയുള്ള അധ്യായങ്ങളിൽ വായിക്കുന്നു. യോഹന്നാൻ 14:27 സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്ന പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന വിലയേറിയ അനുഭവമാണ് സമാധാനം. അത് ക്രിസ്തുവിൻ്റെ സമാധാനമാണ്. അത് വിശ്വാസത്താൽ നാം സ്വീകരിക്കേണ്ടതാണ്. റോമർ 5:1 നാം കണ്ടതുപോലെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അത് വിലയേറിയ ഒരു അനുഭവമാണ്. അത് നാം വിശ്വാസത്താൽ സ്വീകരിക്കണം. അബ്രഹാം വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. ക്രിസ്ത്യൻ ജീവിതം ആരംഭിക്കുമ്പോൾ നാം അറിയേണ്ട പല കാര്യങ്ങൾ വചനത്തിലുണ്ട്. പ്രാർത്ഥനയോടുകൂടിയാണല്ലോ നാം നമ്മുടെ ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നത്. പാപിയായ എന്നെ രക്ഷിക്കണമേ എന്ന പ്രാർത്ഥന. അന്ന് മുതൽ കർത്താവിൻ്റെ ആത്മാവ് നമ്മിൽ വാസം തുടരുകയാണ്. പിന്നെ അവനാണ് നമ്മെ നടത്തുന്നത്. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം കൊണ്ട് ഹൃദയങ്ങളെ നിലവുകളെ ക്രിസ്തു യേശുവിൽ കാക്കും. ദൈവേഷ്ടം ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ സമാധാനത്തിൻ്റെ ദൈവം നമ്മോടുകൂടെ ഇരിക്കും. ഫിലിപ്പിയർ 4:8-9 തീർച്ചയ്ക്ക് സഹോദരന്മാരെ സന്തോഷിക്കുവിൻ, യഥാസ്ഥാനപ്പെടുവീൻ, ആശ്വസിച്ചുകൊള്ളുവീൻ, ഏകമനസ്സുള്ളവരായിരിപ്പീൻ, സമാധാനത്തോടെ ഇരിപ്പീൻ. എന്നാൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവം നിങ്ങളോടുകൂടി ഇരിക്കും. അതേ സഹോദരിമാരെ, ഈ വചനങ്ങളെ കൊണ്ട് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ നിലവുകളെയും നിറയ്ക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹമാണ് നാം ഇതുവരെ മനസ്സിലാക്കിയത്. എന്നാൽ വിശ്വസിക്കാത്തവർക്ക് ലോകത്തിൽ സമാധാനം ലഭിക്കുകയില്ല. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവൻ്റെ മക്കളായി സമാധാനം സന്തോഷം അനുഭവിക്കുന്നവരായി ജീവിക്കാൻ ദൈവം സഹായിക്കട്ടെ. പാപിയായ എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം രക്ഷിക്കും. യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയും, ദൈവം അവനെ മരിച്ചെന്നേൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അങ്ങനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായുകൊണ്ട് ഏറ്റുപറഞ്ഞു ദൈവമക്കളായി തീരുവാൻ ദൈവം ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്ന ഓരോരുത്തരും കർത്താവിനെ ആരാധിക്കുന്നവരായിട്ടും കർത്താവിൻ്റെ നാമമഹത്വത്തിനായിട്ട് ജീവിപ്പാനും എല്ലാവരെയും സഹായിക്കട്ടെ. വചനം കേൾക്കുന്ന ആരെങ്കിലും ഈ അനുഭവം ഇല്ലാത്തവർ അവർ കർത്താവിലേക്ക് കടന്നു വരിക. കർത്താവ് നിങ്ങളെ രക്ഷിക്കും. പാപിയായ എന്നെ രക്ഷിക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിലേക്ക് അടുത്തു വരിക.
ദൈവനാമം അത് മുഖാന്തരം മഹത്വപ്പെടുവാൻ ഇടയാകട്ടെ. സകല മഹത്വവും ദൈവത്തിന് കരയേറ്റുന്നു. സ്തോത്രം. ഹല്ലേലൂയ.